നമ്മളെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ, 2 ക്രൗഡേഴ്സ്, അതായത് ഓണപരിപാടിക്കും ക്രിസ്മസ് പരിപാടിക്കും വരുന്നവർ, 3ാമത്തെ ഗ്രൂപ്പ് റീഡേഴ്സ്, വാട്സപ്പ് മെസ്സേജ് മാത്രം റീഡ് ചെയ്യുന്നവർ. അങ്ങനെ 3 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ലീഡേഴ്സിനും റീഡേഴ്സിനും ക്രൗഡേഴ്സിനും എല്ലാം ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ഹായ് രവീണ, ഹൗ ആർ യു? മോനാണല്ലേ? അതെ സർ. എന്താ അവന്റെ പേര്? സരോജ് കുമാർ. വെരി നൈസ് നെയിം, സരോജ് കുമാർ. എന്താണ് മോൻ ഇങ്ങനെ കളിക്കുവാണല്ലോ? എന്താ ഈ പഠിക്കുന്നത് മോന്? സർ, ഇവന്റെ മുത്തശ്ശന്റെ ആഗ്രഹം ഇവൻ ഡോക്ടർ ആവണമെന്നാണ് സർ. ഓ മൈ ഗോഡ്, മുത്തശ്ശന്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ്. മുത്തശ്ശന്റെ ആഗ്രഹം, മുത്തശ്ശിയുടെ ആഗ്രഹം, അടുത്ത വീട്ടിലെ ഔസേപ്പച്ചന്റെ ആഗ്രഹം, അങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ പലരും ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിവേ, അങ്ങനെ പലപ്പോഴും ഗതികേടിലായ നമ്മളുടെ ഒരു ചെറിയ കഥയാണ് ഇവിടെ സ്കിറ്റായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതൊരു സോഷ്യൽ റെലവൻസ് ഉള്ള തീമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കിറ്റിൻ്റെ പ്രത്യേകത, ഈ അടുത്തിടെ നടന്നൊരു സംഭവമായി നിങ്ങൾക്കിതിന് സാമ്യം തോന്നിയേക്കാം, പക്ഷെ ഒരു സാമ്യവുമില്ല, അത് യാദൃച്ഛികം മാത്രമാണ്. 3ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ IMA ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഈ IMA ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ മാഡം എന്ന് പറഞ്ഞാൽ മാഡം എന്നെ ശരിയാക്കും, IMA ഗ്രൂപ്പിലെ ഒരു സീനിയർ മാഡം വരെ ഈ സ്കിറ്റിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ് us സ്റ്റാർട്ട്. നമ്മുടെ സ്കിറ്റിന്റെ പേര് എബ്രഹാം സിസ്ലർ. ഇത് ഡോക്ടർ KFC കുഞ്ഞുമോൻ. IMA 2 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുത്തിട്ടും വഷളത്തരത്തിന് യാതൊരു കുറവുമില്ലാത്ത സർജറി HOD. ഇത് ഡോക്ടർ എബ്രഹാം, സർജറി PG എന്ന സ്വപ്നം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു പാവം ഹൗസ് സർജൻ. ഇമാതിരി തക്കിട തരികിട പാട്ടുകൾ പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലുള്ള സാധാരണക്കാരന് പാടാനും ആടാനും പറ്റിയ പാട്ട് പാടണം. കിളി 1ഉം 2ഉമല്ല പറന്നു പോയത്, ബാക്കിയുള്ളവന്മാരൊക്കെ എവിടെ? സാർ, 3 ഹൗസ് സർജൻസിനെ കാഷ്വാലിറ്റിയിൽ വെച്ച് വെടിവെച്ചു കൊന്നു.
എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടോ? ഞാൻ KFC കുഞ്ഞുമോന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ഇതിലും വലിയ ശിക്ഷ എന്ത് കിട്ടാനാണെന്ന് പറഞ്ഞ് അവന്മാർ എന്നെ പുച്ഛിച്ചു. സാറാമേ കാലം കഴിയുന്നവരും വീര്യം കൂടുകയാണല്ലോ സാറാമേ. അതെ, കുടിയാൻമലയിൽ നിന്ന് എന്റെ കെട്ടിയവൻ കൊന്തവുമായിട്ട് ഇങ്ങ് ഇറങ്ങും. റിസ്ക് എടുക്കണോ സാറേ? വേണ്ട. 2025 തുടക്കം തന്നെ മാന്യമാണല്ലോ. സാറാമേ, പേഷ്യന്റ് ആരുമല്ലെന്ന് ഉറപ്പുവരുത്തി OP അടക്കാൻ നോക്ക്. അത്താഴ പ്രശ്നിക്കാരുണ്ടോ? അയ്യോ, ദേ ഒരുത്തൻ. എന്താണ് പ്രശ്നം? സാർ, വയറിനകത്ത് വെള്ളക്കെട്ട്. 1ഉം 2ഉം പാടാണ്. ഒത്തിരി നേരം കുത്തിയിരുന്നാൽ പോകണ അപ്പടി ഗ്യാസാണ്. വയറിനകത്ത് വെള്ളക്കെട്ട് 1ഉം 2ഉം പാടാണേ. ഒത്തിരി നേരം കുത്തിയിരുന്നാൽ പോകണതപ്പടി ഗ്യാസാണേ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ, സ്വാമിയേ. ഇത് ഭജനയല്ല സാർ, യാചനയാണ്. ഏത് നിമിഷവും പൊട്ടാവുന്ന മുല്ലപ്പെരിയാറാണ് ഞാൻ. മൂത്രം പോയിട്ട് 3 നാളായച്ച് സാർ. സാർ ഈ ഷട്ടർ ഒന്ന് തുറന്നു തരണം. കാപ്പാത്തുങ്ക. നീയൊന്ന് അടങ്ങണ്ണാച്ചി. മുല്ലപ്പെരിയാറിന്റെ കാര്യമാകുമ്പോ അനസ്തറ്റിസ്റ്റ് സ്റ്റാലിനോട് കൂടി ഒന്ന് ചോദിക്കണം. ഡോക്ടർ എബ്രഹാം, നീ അവനെ കൊണ്ടുപോയി ഹിസ്റ്ററി എടുക്ക്. നിന്റെ പേരെന്താ? സാർ, മണിക്കുട്ടൻ. താമസം? ജയഭാരതിയുടെ ബാക്കിൽ. സാർ, ബേക്കറി. നിന്റെ ജോലി എന്താടാ? പൊറോട്ടടി. മക്കൾ? 8 പേര്. ഭാര്യ എവിടെയാണ്? സാർ, കോച്ചുവാദം വന്ന് കിടപ്പിലാണ്. എങ്ങനെ കോച്ചാതിരിക്കും? അമ്മാതിരി വെറുപ്പിക്കലാണല്ലോ നാറി. ജയഭാര്യയുടെ ബാക്കിൽ താമസം, ഭാര്യയ്ക്ക് കോച്ചുവാദം, നാട്ടുകാർ ഷട്ടർ ഇട്ടതാണോ മോനെ? അപ്പടിയൊന്നുമില്ല സാർ. ഡോക്ടർ എബ്രഹാം, ഇവനെ കൊണ്ടുപോയി എക്സാമിൻ ചെയ്. ബാക്കി റെസിഡൻസിനെ കൂടി വിളിച്ചോ. സാർ, ഇതൊന്ന് കീപ് ചെയ്യ്. ഞാൻ പൊറോട്ട അടിക്കുന്ന തോർത്ത്. ആരാ പറഞ്ഞത് പൊറോട്ടയിൽ ഫൈബർ ഇല്ലെന്ന്? ദിസ് ഈസ് റിച്ച് ഇൻ ഫൈബർ. എന്താണ് ഇവന്റെ പ്രശ്നം? സാർ, ഇവന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. സ്റ്റേജ് 4 ഡിസീസ്. ഓ മൈ ഗോഡ്, he may need a bilateral orchidectomy. എന്നാച്ച് സാർ, എനിക്ക് ഒന്നുമേ പുരിയില്ലേ. മണിക്കുട്ടൻ, നിന്റെ 2 മണികളും നീക്കം ചെയ്യണം. അതുക്കപ്പുറം നീ മണിക്കുട്ടനല്ലേ, വെറും കുട്ടൻ. In case of neurovascular injury, he may suffer from erectile dysfunction. സാർ, അതെ, ഉദ്ധാരണക്കുറവ്. അപ്പടി എന്നാൽ ഇവൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതായത് കുട്ട, ഈ ഭാഗത്ത് നമ്മുടെ ഊഞ്ഞാലിന്റെ വള്ളികൾ പോലെ നാഡികൾ ഉണ്ട്. സർജറി സമയത്ത് അത് പൊട്ടിയാൽ ഊഞ്ചാൽ ആടാത്. അപ്പുറം ഊഞ്ഞാൽ. സാർ, ടോട്ടൽ എത്ര കാശാകും സാർ? 5,000 each. Total 10,000 rupees. സാർ, ടോട്ടൽ 5,000 തരാം.
മോനെ, ഇത് കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ അല്ല, പോയി കാശ് കൊണ്ടുപാടാ. മുല്ലപ്പെരിയാർ പൊട്ടാറായിട്ടും കുടിയാൻ മലയിലോട്ടാണ് അവന്റെ നോട്ടം. ആ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗോപി സുന്ദറായി ജനിക്കട്ടെ. പാവം. സിസ്റ്ററെ, നല്ല ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരൂ. നാളെ അവന്റെ പണി കഴിക്കണം. ഇതെല്ലാം കൊണ്ടുപോകും, വല്ല കപ്പ വെട്ടാനേ കൊള്ളാവൂ. അതെ, നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ഞാൻ അടുത്ത യൂണിറ്റിൽ നിന്നും ഒരു കിഡിലൻ സിസേഴ്സ് കൊണ്ടുവരാം. ജർമ്മനാണ് സാധനം. വളച്ചാൽ വളയും, തൊട്ടാൽ വിടരും. എന്നാ കൊണ്ടുവരൂ ഡാർലിംഗ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇതുപോലൊരു കത്രി കിട്ടിയെങ്കിൽ ഞാനിവിടെ സർജറി ചെയ്ത് തള്ളിയേനെ. അല്ലെങ്കിലും തള്ളിന് യാതൊരു കുറവുമില്ലല്ലോ. വളച്ചാൽ വളയും, തൊട്ടാൽ വിടരും. ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വയോ പോകാം, ലോകം കാണാം തേരാ പാരാ. ഹൃദയം പൊട്ടി, വഴിയും തെറ്റി, ഇടറ്റി, നടുവിൽ ചുറ്റി, അടിയും പൊട്ടി, പണി കേട്ടി. ഒരു പൊടി കടങ്ങടേ, ഇതെടുത്ത് അകത്ത് വെക്കൂ സാറാമ്മേ. ഈ കത്രീന ഇവൾ എനിക്ക് മാത്രം, ആർക്കും കൊടുക്കരുത്. സിസ്റ്റർ, എനിക്ക് സർജറി PG കിട്ടി. ഇന്നെന്റെ അവസാനത്തെ ദിവസമാണ് ഹൗസ് വൈൻസിയുടെ. ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ആ കത്രീന, അവളെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ആ കത്രിക ഒന്ന് തരുമോ? ഡോക്ടർ എബ്രഹാം, ഇന്നൊരു എമർജൻസി എപ്പൻഡിസെക്ടമി ഉണ്ട്. മറ്റാരോടും പറയരുത്. ആ കത്രിയെ ഞാൻ നിങ്ങൾക്കായി എടുത്തു തരാം. സാർ, എന്നെ രക്ഷിക്കണം സാർ. വല്ലാത്ത വയറുവേദന സാർ. അയ്യോ സാർ, വേദന കൂടുന്നു സാർ. ഏയ്, നിങ്ങൾ പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. സിസ്റ്റർ, 3 വർഷങ്ങൾ കഴിഞ്ഞ് ഞാനൊരു സർജനായി തിരിച്ചു വരും. ഒരു API ഞാനിവിടെ ജോയിൻ ചെയ്യും. അതുവരെ നിങ്ങൾ ഈ കത്രീനെ കാത്തുരക്ഷിക്കണം. അവളെ ആർക്കും കൊടുക്കരുത്. ഇവളെ സ്റ്റെറിലൈസ് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ മടങ്ങി വരും. അങ്ങനെ കാലങ്ങൾ പിന്നെയും കടന്നുപോയി.
നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി സെക്കൻഡ് ഹാൻഡ് ഇൻസ്ട്രുമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ടേ. പഴയ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ഈ കത്രിക ഇവിടെ 2-3 വർഷമായല്ലോ. ഇതിനെ അങ്ങ് തൂക്കി വെച്ചേക്കാൻ തോന്നുന്നു. യാത്രയായി സൂര്യാംബുരം ഏകയായി നീലാംബരം യാത്രയായി സൂര്യാംബുരം 3 വർഷത്തെ പഠനം കഴിഞ്ഞ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി നമ്മുടെ ഡോക്ടർ എബ്രഹാം തിരിച്ചെത്തുന്നു. ഞാനൊരു സർജനായി തിരിച്ചു വന്നു. ഹാ, വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. അതെ, മൊത്തം 20 ലക്ഷം റുപ്യ. അത് നമ്മൾ 4 ആള് വീതിച്ചെടുക്കും. എന്തേ? എനിക്ക് 4 ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ. ഡോക്ടർ എബ്രഹാം തന്നെയാണ് കത്രിക വെച്ചതെന്ന് എന്താ ഉറപ്പ്? ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിലോ? അതൊന്നും നീ അറിയണ്ട. കിട്ടുന്ന എന്തായാലും നമ്മൾ 4 പേരും വീതിച്ചെടുക്കും. ഞാൻ 3 വർഷമായി കഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്റെ വയറ്റിൽ ഒരു കത്രിക വെച്ച് പൂട്ടിയിട്ടുണ്ട്. എന്റെ സീറ്റിൽ ഒരു കത്രികയുണ്ട്. നിങ്ങൾ ഇത് നോക്കൂ. നിങ്ങൾ വെച്ചതാണിത്. നീ നോക്കൂ, ഈ സീറ്റിൽ ഒന്നുമില്ല. എവിടെയാണ് കത്രിക? നീ സീറ്റിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നുമില്ല. ഞാൻ ഒന്നും ഇതിനുള്ളിൽ വെച്ചിട്ടില്ല. ഈശ്വര, അതെ, ഞാനാണ് സ്ഥലം SI. നീ കാശ് കൊടുത്ത് സംഗതി സോൾവ് ആക്കാൻ നോക്കും. ഞാൻ മലനാടൻ കറിയ. മര്യാദയ്ക്ക് ഡീൽ ചെയ്തില്ലെങ്കിലേ ഞാൻ നിന്നെ നാറ്റിക്കും. എടാ, കത്രിക ഇത് നമ്മൾ കുറെ കാലം മുമ്പ് ഇവിടുന്ന് കൊടുത്തൊഴിവാക്കിയതല്ലേ. നിന്റെ കയ്യിൽ നിന്ന് ഇത് സംഭവിക്കാൻ ഒരിക്കലും ഒരു സാധ്യതയില്ലല്ലോ. ഈ തൊണ്ടി മുതൽ ഞാനങ്ങ് കൊണ്ടുപോവാണ്. നീ സ്റ്റേഷനിലേക്ക് വന്നാ മതി. പൂങ്കുയിലേ കന്നിത്തേൻ മൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ? കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴി കാതിൽ മെല്ലെ ചൊല്ലുമോ? കാവരി കാക്കരൻ പൂട്ടി മുട്ടയിട്ടന്നൊരു കാനനം നീലമി പാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ? കേസും വഴക്കുമായി ഡോക്ടറുടെ ജീവിതം മുന്നോട്ട് പോയി. ഒടുവിൽ മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല.
അതറിഞ്ഞില്ല ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി ഡോക്ടർ അബ്രഹാമിന് കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ശാരദ ടീച്ചറുടെ മകൻ എല്ലാം പഠിച്ചു, പക്ഷേ കത്രിക അകത്ത് വെച്ച് പൂട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല സാർ. ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ കത്രിക അവർ ആർക്കോ വിറ്റു. അതിനുശേഷം ഈ രോഗി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി 3 or 4 സർജറികൾ ചെയ്തു. എന്നിട്ടും ഞാനാണ് അവരുടെ കത്രിക ഉള്ളിൽ വെച്ചതെന്ന് അവർക്ക് എന്താണ് ഉറപ്പ് സാർ? ഒരിക്കലും ഞാൻ എൻ്റെ കത്രീനയെ വയറിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയില്ല സാർ, വലിച്ചെറിയില്ല. കോടതി ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുവാൻ പോവുകയാണ്. ത്രേസ്യാമ്മ എന്ന സ്ത്രീ ഒന്നിലധികം സർജറികൾക്ക് വിധേയമായതിനാലും പ്രസ്തുത കത്രിക എബ്രഹാം ഡോക്ടറാണ് ഉള്ളിൽ വെച്ചതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിയാത്തതിനാൽ പ്രതിയെ നിരുപാധികമായി വിട്ടയക്കാൻ കോടതി ഇതിനാൽ വിധിക്കുന്നു. സാർ, ഞാനൊരു പാവമാണ് സാർ. അവരെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ പല വേഷങ്ങളും കെട്ടി. ഇപ്പോഴെൻ്റെ കൂടെ ആരുമില്ല സാർ. എല്ലാം പണത്തിന് വേണ്ടിയായിരുന്നു. സാർ, എനിക്ക് മാപ്പ് തരണം. ഇനിയിപ്പോ ഈ തൊണ്ടി മുതലായിട്ട് ആർക്ക് വേണം? ഞാൻ ഇവിടെ കളയാ. ആരൊക്കെ കൈവിട്ടാലും ഒരു സർജന്റെ ആയുധങ്ങൾ അവനെ കൈവിടില്ല. നീ എത്ര തുരുമ്പിച്ചാലും നിന്നെ എനിക്ക് വേണം കത്രീന. നിന്നെ ഞാൻ മിനുക്കിയെടുക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരുപാട് സർജറികൾ ഇനിയും ചെയ്യും, ഒരുപാട് സർജറികൾ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ